നമസ്കാരം. നവരാത്രി 8-ാം ദിനം മഹാഗൗരിയായിട്ടാണ് മാ ഭഗവതിയെ നമ്മൾ ആരാധിക്കുന്നത്. മഹാദേവനെ വരനായി ലഭിക്കുവാൻ വേണ്ടി പാർവതി ഭഗവതി ഹിമവാന്റെ അനുഗ്രഹത്തോടുകൂടി തപസ്സിലേർപ്പെടുകയാണ്. 5000 വർഷം നീണ്ടു നിൽക്കുന്ന തപസ്. ആദ്യത്തെ 1000 വർഷം ഫലമൂലാദികൾ മാത്രം കഴിച്ചുകൊണ്ട് ഭഗവതി പരമേശ്വരനെ മനസാ ജപിച്ചുകൊണ്ടേയിരുന്നു. അടുത്ത 1000 വർഷത്തേക്ക് ഭഗവതി ഒരു കൂവളത്തില മാത്രം കഴിച്ചതുകൊണ്ട് അവൾ അപർണ എന്നറിയപ്പെട്ടു. പിന്നീടുള്ള വർഷങ്ങൾ തികച്ചും പട്ടിണി തന്നെ. മനസ്സിൽ ഒരേ ഒരു ജപവും ഒരേ ഒരു ധ്യാനവും മാത്രം, ഭഗവാൻ പരമേശ്വരൻ്റെ രൂപം മാത്രം. അങ്ങനെ വർഷങ്ങൾ നീണ്ടുനിന്ന തപസ്സിൽ കാറ്റും മഴയും വെയിലും പൊടിയുമൊക്കെ ഏറ്റ് ഭഗവതിയുടെ രൂപം തന്നെ മാറിപ്പോയി. കറുകറുത്ത് വികൃതമായി പോയ രൂപം. അവസാനം ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ്. ഭഗവാൻ പാർവതിക്ക് ഒരു തീർച്ച കൊടുക്കുകയാണ്, തീർപ്പ് കൽപ്പിച്ചു കൊടുക്കുകയാണ്. ഭഗവതി, ഞാൻ തന്നെയാണ് നിൻ്റെ ജന്മജന്മാന്തര വരൻ. ഞാൻ നിന്നെ വിവാഹം കഴിക്കും തീർച്ച. കരുണാർദ്രനായിട്ടുള്ള ഭഗവാൻ പരമേശ്വരൻ തൻ്റെ ജടയ്ക്കുള്ളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ പവിത്രമായ ഗംഗാജലം കൊണ്ട്, ഗംഗയെക്കൊണ്ട്, ഗംഗാദേവിയെക്കൊണ്ട് ഭഗവതിയെ അഭിഷേകം ചെയ്യുകയാണ്. ആ അഭിഷേകം കഴിഞ്ഞോടുകൂടി, ആ സ്നാനം കഴിഞ്ഞോടുകൂടി ഭഗവതി ഗൗരിയായി തീരുകയാണ്. വെളുത്ത സ്വർണ്ണ നിറത്തോടു കൂടിയ, സ്വർണ്ണ നിറവും വെളുപ്പ് നിറവും കൂടി ചേർന്നുള്ള ഒരു സവിശേഷമായ ഒരു നിറത്തോടുകൂടി ഭഗവതി അതി തേജസ്വിനിയായി മാറുകയാണ്. അങ്ങനെ ആ മഹാ തേജസ്വിനിയായിട്ടുള്ള ആ മഹാഗൗരിയാണ് നവരാത്രിയിലെ 8-ാം ദിനത്തിൽ നാം ഭജിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. വെള്ളയും സ്വർണ്ണ നിറവും ചേർന്ന നിറത്തോടു കൂടിയ ഭഗവതി വെളുപ്പ് വസ്ത്രം ധരിച്ച് വെളുത്ത കാളപ്പുറത്ത് സഞ്ചരിക്കുന്നു. വെള്ളി ആഭരണങ്ങളാണ് അവൾ ധരിച്ചിരിക്കുന്നത്. വെളുത്ത പൂമാലകൾ അവൾ ചൂടിയിട്ടുണ്ട്. അവളുടെ 4 തൃക്കൈകളിൽ അഭയവരദമുദ്രകളും ത്രിശൂലവും ഡമരവും ധരിക്കുന്നു. മഹാഗൗരിയുമായി ചേർന്നിട്ട് വേറൊരു ഐതിഹ്യം കൂടിയുണ്ട്. അതായത് സിംഹവുമായി ബന്ധപ്പെട്ടാണ്. ഭഗവതി ഇങ്ങനെ പരമേശ്വരനെ വരനായി ലഭിക്കുവാൻ വേണ്ടി തപസ് ചെയ്യുന്ന സമയത്ത് ഒരു സിംഹവും ഭഗവതിയുടെ അടുത്ത് കൂടുന്നു. ഭഗവതി പട്ടിണി കിടക്കുന്ന സമയത്ത് ഈ സിംഹവും പട്ടിണി കിടന്നു തുടങ്ങി. പാർവതിമായുടെ തപസ് തീർന്നതിന് ശേഷം മാത്രമേ ഞാനും ആഹാരം കഴിക്കുന്നുള്ളൂ എന്നുള്ള ചിന്തയിലേക്ക് ആ സിംഹം മാറുകയും അതങ്ങനെ നീണ്ടുപോവുകയും അതൊരു എല്ലും തോലുമായി പേക്കോലമായി മാറുകയും ചെയ്തു. ഭഗവാന്റെ വരലബ്ധിക്ക് ശേഷം ഭഗവതി ആ സിംഹത്തിനെ അനുഗ്രഹിച്ച് തൻ്റെ കൂടെ കൂട്ടുകയാണ്, തൻ്റെ വാഹനമാക്കി. അങ്ങനെ വെളുത്ത കാളയും അതോടൊപ്പം തന്നെ സിംഹവും ഭഗവതിയുടെ വാഹനമായി കരുതുന്നുണ്ട്. കാലകേയനെ, കാലത്തെ പോലും നിയന്ത്രിക്കുവാൻ സാധിക്കുന്ന കാലകേയനെ വധിക്കാൻ നിയോഗിക്കപ്പെട്ടവളാണ് ഭഗവതി. അതുകൊണ്ട് തന്നെ കർമ്മശക്തി വളരെ കൂടുതലാണ് ഭഗവതിയുടെ ഭക്തന്മാർ. കർമ്മശക്തി വളരെ കൂടുവാൻ വേണ്ടി ഭഗവതിയുടെ അനുഗ്രഹത്തിന് വേണ്ടി പൂജകളും മറ്റു കാര്യങ്ങളും ചെയ്താൽ തീർച്ചയായും വിജയം ലഭിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ കാലകേയനെ വധിക്കുവാൻ വേണ്ടി യുദ്ധത്തിനായി പോകുന്ന സമയത്ത് തൻ്റെ കയ്യിലുള്ള ആയുധങ്ങളും ഗ്രന്ഥങ്ങളുമൊക്കെ ഗണേശ ഭഗവാനെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഭഗവതി പോകുന്നത്. ഭഗവാൻ ഗണനാഥനാകട്ടെ തൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ കൂടി ഭഗവതിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി ഭഗവതി തന്ന ആ ഗ്രന്ഥങ്ങൾക്കൊപ്പം വയ്ക്കുകയാണ്. ഈ ഒരു ആചാരത്തിൽ നിന്നാണ്, ഐതിഹ്യത്തിൽ നിന്നാണ് ആയുധ പൂജയും ഗ്രന്ഥപൂജയും നവരാത്രിയോടനുബന്ധിച്ച് വന്നതെന്ന് കരുതുന്നു. എന്തായാലും വിശുദ്ധിയുടെ ദേവതയാണ് മഹാഗൗരി. രാഹുവിൻ്റെ ദേവതയാണ് ഗൗരി എന്നതിനാൽ രാഹുദോഷമുള്ളവർ മഹാഗൗരിയെ പൂജിക്കുന്നത് വളരെ നല്ലതാണ്. രാഹുമണ്ഡലവും ചന്ദ്രമണ്ഡലവും
നിയന്ത്രിക്കുന്ന ദേവതയും മഹാഗൗരി തന്നെ. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഭഗവതി ഭക്തരുടെ ഭൂതഭാവി വർത്തമാനകാല പാപങ്ങൾ കഴുകിക്കളയുന്നവളാണ്. അതുകൊണ്ട് മഹാഗൗരിയുടെ ആരാധന അത് നമ്മളുടെ ജന്മജന്മാന്തരമായിട്ടുള്ള ഭൂതഭാവി വർത്തമാനകാല പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് നാം ഭഗവതിയിലേക്കുള്ള യാത്രയിൽ ഏറ്റവും ശുദ്ധരായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് വരുവാൻ സാധിക്കും. എന്നും 8 വയസ്സുള്ള ഹിമവൽ പുത്രിയായിട്ടുള്ള ആ വെളുവെളുത്ത വസ്ത്രങ്ങൾ ധരിച്ച വെളുത്ത നന്ദിപ്പുറത്ത് സഞ്ചരിക്കുന്ന, എല്ലാവർക്കും വിശുദ്ധി നൽകുന്ന, എല്ലാവർക്കും ശുദ്ധി നൽകുന്ന ആ മഹാഗൗരി എല്ലാവരെയും ഈ നവരാത്രി കാലത്തും എല്ലാ കാലത്തും അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.